എല്ലാവർക്കും നമസ്കാരം. തുടർന്നുള്ള ഭാഗം നോക്കാം. ആത്മസന്തുഷ്ടി അതായത് പ്രസന്നത സ്വഭാവസിദ്ധമായി കഴിഞ്ഞാൽ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം തുടങ്ങി എല്ലാവിധ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. എന്തെന്നാൽ പ്രസന്നമായ മനസ്സോടു കൂടിയവന് വേഗത്തിൽ സത്യബുദ്ധി ചുറ്റും തങ്ങി നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ അവന് വന്നു ചേർന്നിരിക്കുന്ന ത്രിവിധ ദുഃഖങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും വന്നു ചേർന്നിരിക്കുന്ന രോഗാദിപീഠകളെ ആധ്യാത്മിക ദുഃഖമെന്നും, അതുപോലെ തന്നെ അഗ്നി, കാറ്റ്, വെള്ളം, ഭൂമി ഇവയിൽ നിന്നും കൂടാതെ മറ്റു ജന്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങളെ ആദി ഭൗതിക ദുഃഖങ്ങളെന്നും പറയുന്നു. ഇതുകൂടാതെ അവിചാരിതമായി വന്നുചേരുന്ന ആപത്തുകളെ ആദി ദൈവിക ദുഃഖമെന്നും പറയുന്നു. ആത്മബോധമുണ്ടായി മനസ്സ് പ്രസന്നമാകുന്ന വ്യക്തിക്ക് ഈ ത്രിവിധ ദുഃഖങ്ങളും പാടെ മാറുന്നു. ഒരു വ്യക്തിക്ക് ഈ ത്രിവിധ ദുഃഖങ്ങൾ പാടെ മാറിയാൽ ഇതിൽ പരം മറ്റെന്ത് നേട്ടമാണ് ഉണ്ടാകേണ്ടത്? സത്യബുദ്ധിയാണ് യഥാർത്ഥ ബുദ്ധി. ആത്മബോധം തെളിഞ്ഞ പ്രസന്ന ചേതസ്സിന് തൻ്റെ ചുറ്റുപാടും ബ്രഹ്മസത്യം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടും. സത്യം കാണാനാണ് ബുദ്ധി. മറ്റെന്തൊക്കെ നേടിയാലും സത്യബുദ്ധി നേടാൻ കഴിയാത്ത ഒരുവന്റെ ജീവിതം ധന്യമല്ല. അന്ധകരണത്തെ ഏകാഗ്രതപ്പെടുത്തി പ്രസന്നമാക്കി അത് നിഷ്ഠയിൽ ഉറപ്പിക്കാൻ കഴിയാത്തവന് സത്യബുദ്ധി ഉണ്ടാകുന്നില്ല. ആത്മനിഷ്ഠ കൈവരാത്തവന് സർവത്ര നിറഞ്ഞിരിക്കുന്ന സത്യത്തെ വിചാരം ചെയ്തറിയാനും കഴിയുന്നില്ല. സത്യവിചാരം ചെയ്യാത്തവന് ശാന്തിയും ഉണ്ടാകുന്നില്ല. ശാന്തി ഇല്ലാത്തവന് സുഖം എങ്ങനെ കിട്ടും? അതായത് ആത്മസത്യം തെളിയുന്നതോടുകൂടി സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മസത്യം തെളിഞ്ഞെന്ന് ഭവിക്കാനാകും. അതോടെ സർവവും ബ്രഹ്മമയം എന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് സുഖം കാക്ഷിക്കുന്നയാൾ മനസ്സിനെ യോഗം അഭ്യസിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. മലയാള പരിഭാഷ. ഭഗവാന്റെ കാരുണ്യമേൽക്കുന്ന മർത്യന് സംസാര ദുഃഖമുണ്ടാകുന്നതില്ലടോ. ആയതാം സന്തോഷചിത്തന്റെ ബുദ്ധിക്കതുണ്ടായില്ലൊരു ചാഞ്ചല്യമിന്നടോ. കൃഷ്ണാവബോധമിന്നേൽക്കാത്ത മർത്യനുറക്കില്ല ദിവ്യമാം ബുദ്ധി എന്നോർക്കടോ. മനസ്സുറയ്ക്കാത്തതാ മർത്യൻ അസാധ്യമായിടുന്നതുണ്ടിന്നു ശാന്തിയും സൗഖ്യവും. എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.